ഞാൻ എന്റെ ജീവിതത്തില് നമ്മളിങ്ങനെ ഓരോ വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഈശോ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് തരില്ലേ. അപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ആ ടൈമിൽ മാത്രം ചില സമയത്ത് ബൈബിൾ തുറന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുമല്ലോ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ബൈബിൾ വായിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങി ഒരു +2 സമയത്താണ്. അപ്പൊ ഇങ്ങനെ വായിക്കുമെന്ന് പറഞ്ഞാല് ഭയങ്കര ആഗ്രഹം തോന്നി വായിച്ച് ഞാൻ രാത്രി ഇങ്ങനെ ഒരു 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആഗ്രഹത്തോടെ തന്നെ വായിക്കുമായിരുന്നു. അതിങ്ങനെ പർപ്പസ്ഫുള്ളി അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ല, പക്ഷെ അങ്ങനെ ഇരുന്ന് വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വായിച്ചപ്പോ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാല്, +2 ഒക്കെ കഴിഞ്ഞ ഒരു ടൈം ആയപ്പോഴത്തേക്കും എന്റെ ഫോൺ എപ്പോഴും ഞാൻ സൈലന്റിലാ വെക്കുക. അത് ക്ലാസ്സിലൊക്കെ കേറുന്ന ഒരു ടൈം ആകുമ്പോൾ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ എപ്പോഴും സൈലന്റ് ആക്കിയിട്ട് വെക്കും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നെ ചീത്ത പറയും. ഞാൻ വീട്ടിൽ വന്നാലും നമുക്ക് വേറെ ആരെയും വിളിക്കാനില്ലാത്തത് കാരണം എപ്പോഴും ഇത് സൈലന്റ് മോഡിലാ. അപ്പൊ ആര് വിളിച്ചാലും എന്നെ കിട്ടൂല. അങ്ങനെ 2 ദിവസത്തേക്ക് എന്റെ ഫോൺ കാണാതെ പോയി. കാണാതെ പോയി എന്ന് പറഞ്ഞാല് ഈ ഫോൺ ഞാൻ എവിടെ അന്വേഷിച്ചിട്ടും കാണുന്നില്ല. കാരണം ഇത് സൈലന്റിലാ. അപ്പൊ ഞാൻ എവിടെ തപ്പിയാലും കിട്ടുന്നില്ല. എന്റെ ബാഗിലില്ല, എവിടെയും ഇല്ല. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര സങ്കടായി. കാരണം എന്റെ ആദ്യത്തെ ഫോണാണ്. സാധനം കാണുന്നുമില്ല. ഇനിയിപ്പോ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. അതിന്റെ ചീത്ത വേറെ കേൾക്കും. അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് സ്ഥലത്ത് തപ്പിയിട്ടൊന്നും സംഭവം കാണുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, "സംഭവം കാണുന്നില്ല. ഇത് എവിടുന്നേലും ഒന്ന് കണ്ടുപിടിച്ച് തരണം" എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ബൈബിൾ തുറന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ തെക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതായത് ആ ഒരു വചനത്തില് തെക്ക്ന്ന് കിട്ടി. എനിക്ക് കിഴക്കും പടിഞ്ഞാറും അറിയാം. പക്ഷെ എനിക്ക് തെക്കും വടക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാന് അച്ചാച്ചനോട് ഇങ്ങനെ രാത്രി ചെന്നിട്ട് ചോദിച്ചു, "ഈ തെക്ക് എന്ന് പറഞ്ഞ ഈ വീടിന്റെ ഏത് ഭാഗത്താന്ന്?" ചോദിച്ചു. അപ്പൊ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, "അങ്ങോട്ട് പോയാ മതീന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ അവിടേക്ക് ചെന്ന് ഞാൻ നോക്കുമ്പോണ്ട് ഈ ഫോൺ ആ ടൈമില് അവിടെ ആ റൂമില് ലൈറ്റ് ഓഫ് ആണ്. ആ ടൈമില് ഈ ഫോൺ അവിടെ ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞ് ഇങ്ങനെ നിപ്പുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു അതിശയായി പോയി. അങ്ങനെയാണ് സത്യം പറഞ്ഞാല് പിന്നെയാണ് ഞാനിങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ഓരോ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോ പോലും ഞാനിങ്ങനെ ഓരോ വചനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ അങ്ങനെ ആദ്യം ഇങ്ങനെ വചനം എടുത്താ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴുംന്ന് പറഞ്ഞ പോലെ അങ്ങനെ തുറക്കാനൊരു സാഹചര്യം ചില സിറ്റുവേഷൻസിൽ വരില്ല. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം നമ്മളിങ്ങനെ നമുക്ക് വേണ്ട ആ സമയത്ത് ഒരു വചനം അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു വചനത്തിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓരോ സിറ്റുവേഷൻ വരുമ്പോ ഇങ്ങനെ ഏശയ്യായിൽ ഒരു വചനം ഇല്ലേ? അതായത് ഈ വഴി പോവുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെവിയുടെ പിന്നിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. എന്ന് പറയുന്ന പോലെ അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ആ വചനം നമ്മൾ ചുമ്മാ ഇങ്ങനെ പഠിച്ചു വെക്കുന്നതാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ വരുമ്പം തന്നെ ഈ വചനം ഇങ്ങനെ ചാടി കയറി മനസ്സിലോട്ട് വരും. അപ്പൊ നമുക്ക് കൃത്യം മനസ്സിലാവും. അതായത് വചനം ആയത് കാരണം അത് സത്യമാണ്. ഈശോ ആയത് കാരണം അപ്പൊ നമുക്ക് ആ ഒരു ടൈമില് കൃത്യമായിട്ട് അതിങ്ങനെ ഈശോ നമ്മളെ ഗൈഡ് ചെയ്യും. പ്രൈസ് ഗോഡ്.